ഒരു ഞായറാഴ്ച കേട്ടോ. അപ്പോൾ രാവിലെ നീറ്റൊക്കെ തന്നെ തലേന്നത്തെ ദിവസത്തെ അക്കൗണ്ട്സും കാര്യങ്ങളും ക്ലോസ് ചെയ്യണം. ടോട്ടൽ കളക്ഷനും കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യേണ്ടത്. അതാണ് മെയിൻ പരിപാടി. ഇവിടെ ഇരുന്ന് നമുക്ക് എല്ലാവരും കാണാട്ടെ. റോട്ടും കൂടി ആരോ പോകുന്നുണ്ടല്ലോ. നിങ്ങളാരും ഉദ്ദേശിച്ചു, ഞാൻ സൈക്കിൾ പോണ കാക്കാനും ഉദ്ദേശിച്ചിട്ടാ. അങ്ങനെ അക്കൗണ്ട്സും കാര്യങ്ങളും ക്ലോസ് ചെയ്യുമ്പോഴേക്കും നമ്മളെ സുനിലായിട്ട് ഫുഡും കൊണ്ട് വന്നിട്ടുണ്ടോ. അങ്ങനെ ഫുഡൊക്കെ കിട്ടി റൂമിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ടിന്നിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ട്. ഈ വെള്ളം നിറക്കണമെന്ന് ശേഷം തല നനക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആഴ്ചയിൽ 2 ദിവസമൊക്കെ തല നനക്കാറുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിച്ച് ഞാൻ കുളിച്ചലില്ല എന്നല്ല കേട്ടാ. ഞാൻ തല നനക്കാൻ ഇങ്ങനത്തെ വെള്ളം കൊണ്ടാണ്. മറ്റേ വെള്ളം കൊണ്ട് തല നനച്ച് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കഷണ്ടിയായി പോകും. കാരണം ഇവിടെ പൈപ്പിൽ വരുന്ന വെള്ളം മറ്റേ ക്ലോറിനുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ തല നനക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടുത്തെ കുടിക്കണ വെള്ളം എടുക്കേണ്ടത് കേട്ടോ. നാട്ടിൽ നിന്നൊന്നും ചപ്പാത്തി തിന്നാത്ത മനുഷ്യനാണ്. ഇവിടെ എത്തിയപ്പോൾ ചപ്പാത്തി അതിൻ്റെ അപ്പുറമുള്ള ഞാൻ തിന്നുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ലോ എത്തപ്പോൾ ഞാൻ ലാപ്പിൽ കുത്തിർന്ന മെയിനാവുണ്ടെന്ന്. ലാപ്പിൽ പാട്ടിട്ടുണ്ടായിരുന്നു സ്പോട്ടിഫൈയിൽ. കാരണം അതുപോലത്തെ ലാപ്ടോപ്പ് ഇപ്പോൾ പാട്ടിടാനല്ലാതെ വേറെ ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ നേരത്തെ തിരുമ്പി വെച്ച് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അയലുമ തോരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അയലുമ തോരട്ടിൻ്റെ ശേഷം നേരെ പള്ളിക്ക് ഇറങ്ങിട്ടോ. പള്ളിയിൽ പോയി നിസ്കരിച്ചു. ഞാൻ മറ്റേ മലപ്പുറം ഒതന്റിക് ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കണം. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഈ സാധനം മസ്റ്റ് ആയിട്ട് എന്തിനാ മനസ്സിലായില്ല. ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും കണ്ടുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഫുഡ് ഇറങ്ങൂല. അങ്ങനെ ഫുഡ് ഇട്ടതിന് ശേഷം ഞാനും മാക്സിനും കുറേ നേരം കുറച്ച് നാട്ടിർത്താനൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ പുറത്തൊക്കെ നോക്കുമ്പോൾ പെരുമയ, പെട്ടെന്ന് മഴ ആയതുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാനും ജാഗ സ്റ്റെക്കായി. അവിടെ പെരുമയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. അങ്ങനെ മഴയൊക്കെ ചോർന്നതിന് ശേഷം വണ്ടി ചാട്ടാക്കി നോക്കുകയാണെങ്കിൽ ഈ പണ്ടാരം വണ്ടി ചാട്ടായി കിട്ടണില്ല. അത് ചാട്ടായി കിട്ടിയാലേ ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിൽ നിൽക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഇടങ്ങാറ് പിടിച്ച വലിയ വണ്ടിയാണ്. ഈ വണ്ടിയാണ് 1.5 വർഷോപ്പ് തന്നെയാണ്. ഞാനങ്ങനെ വണ്ടിയൊക്കെ ചാട്ടായതിന് ശേഷം പുറത്ത് പോയി എൻ്റെ ഒരു ആവശ്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടോ. അങ്ങനെ ഞാൻ പുറത്തോട്ട് പോയി വന്നതിന് ശേഷം ഇവിടുത്തെ ചേട്ടൻ നമുക്ക് പായസം തന്നിട്ടോ. 2 ഐറ്റം പായസം ഉണ്ട്. അതൊക്കെ ഇടപ്രഥമനും പിന്നെ അതിന്റെ പേരെന്തോ എനിക്ക് ഓർമ്മയില്ല. 2 ഐറ്റം പായസം തന്നു. പായസം കുടിച്ച് മത്തായിരിക്കേണ്ടി ഇരുത്താട്ടേ കാണണ്ട്. അപ്പൊ ഇന്നത്തിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, ബാക്കി അടുത്തിൽ കാണാം.